ഹടാ, നിങ്ങൾ പല ആൾക്കാരും അറിഞ്ഞൊരു കാര്യമായിരിക്കും. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ SLC എക്സാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കേരളത്തിൽ ഫുൾ A+ പോവാൻ കാരണമായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ്. അതായത് കുറേ കുട്ടികൾക്ക് ഫിസിക്സിൽ A+ ഇല്ല, ബാക്കിയുള്ള സബ്ജക്റ്റിൽ A+ ഉണ്ട്. അപ്പം നിങ്ങളായിരിക്കും, അയ്യോ ഫിസിക്സ് ഇത്ര വലിയ ടെറിഫൈങ് സബ്ജക്റ്റ് ആണോ, വലിയൊരു അധോലോകാണോ? അല്ല, സംഭവം സിമ്പിളാ. പിന്നെ എന്താ ഈ ആൾക്കാരെ ചതിച്ചേ? നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ ഈ SLC ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക്, ഇത് ഫിസിക്സ് അല്ല, ഏതൊരു ചിത്രമാണ്, എന്നാലും കുഴപ്പമില്ല, നമ്മളെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ 7 പാഠങ്ങൾ ഉണ്ടെന്ന് അറിയാലോ. ഈ 7 പാഠം ഒരുത്തൻ ഇങ്ങനെ ഇരുന്ന് മൊത്തം വായിച്ച് കാണാപ്പാഠം പഠിച്ച് ബബ്ബ ബബ്ബ എന്ന് പറഞ്ഞിട്ട് പോയി എക്സാം ഹാളിൽ പോയിട്ടിരുന്ന് എഴുതിയിരിക്കുക. ഓനക്ക് ഫുൾ A+ കിട്ടുമോ? ഒരു കാരണവശാലും കിട്ടൂല. കാരണം ഫിസിക്സിൽ കുറേ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരും. നിങ്ങൾ ചിലപ്പം സ്കൂളിൽ എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററിൽ പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ചാനലിൽ എവിടെന്നെങ്കിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്ത് അധോലോകം ചോദ്യങ്ങളാണ് ഫിസിക്സിൻ്റെ ഉള്ളിലുള്ളത്. ചിലപ്പോൾ ഉണ്ടായിരിക്കും ഒരു സർക്യൂട്ട് തമ്മിലുള്ള പ്രോബ്ലംസ്. ചിലപ്പോൾ രണ്ടാമത്തെ പാടുന്നുണ്ടായിരിക്കും ഒരു വയറിലൂടെ കറണ്ട് അങ്ങോട്ട് പോയി അതിനടിയിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ കാന്തസൂചി വെച്ച് ഈ സൂചി അങ്ങോട്ടാണോ തിരിയുക, ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് റൂൾ, കോഴി ഇങ്ങനെയുള്ള റൂള്, അങ്ങനെ പല റൂളുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ നിങ്ങളേക്കും, സാറേ എന്തായാലും കഴിഞ്ഞ് ഇത്തവണ ഞങ്ങൾക്ക് ആ കാറ്റഗറിയിൽ പെടാനൊരു താല്പര്യമില്ല, ഞങ്ങൾക്ക് ഫുൾ A+ എന്തായാലും വാങ്ങണം. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടി, നിങ്ങൾ അത് ഞാൻ പറഞ്ഞുതരാം. ഇത് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കുറേ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. നമ്മളെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്ത ആൾക്കാർ അപ്പം കഴിക്കും, അതല്ല കേട്ടോ, നമ്മൾ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളോടൊക്കെ നമ്മൾ ഓൾറെഡി കുറേ പ്രോബ്ലംസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ വീഡിയോക്ക് താഴെയും ചോദ്യങ്ങളുണ്ട്. ഇതിന് മുമ്പുള്ള എല്ലാ ചോദ്യ പേപ്പറും, കഴിഞ്ഞ വർഷത്തെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. നോ പ്രോബ്ലം. അപ്പം നിങ്ങളായിരിക്കും, സാറേ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾ ആ ബാച്ചിലൊന്നുമില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എടാ, നിങ്ങൾക്കൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് നിങ്ങളായിരിക്കും, സാറേ അതിൻ്റെ ആവശ്യം ഉണ്ടോന്ന് ഇങ്ങോട്ട് നോക്കും. ഏതൊരു കൊല്ലം SLC എക്സാമിന്, SLC ആണോ നീ മോഡലാണോ എനിക്ക് ഓർമ്മയില്ല, ഇയറൊന്നും ഞാൻ അങ്ങനെ ഓർത്ത് വെക്കാറില്ല, ഒരു വട്ടം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു സർക്യൂട്ട് തന്ന് ഇങ്ങോട്ട് ചോദിച്ചേ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അപ്പുറത്തൊരു സ്വിച്ച് ഉണ്ട്. ചോദ്യം അങ്ങനെയൊന്നല്ല, ABC വേറെ ഉണ്ട്, എന്നാലും ഇതിവൃത്തം ഞാൻ പറഞ്ഞുതരാം. ഈ 2 സ്വിച്ചും ഓൺ ആക്കിയാൽ ഇതിലൂടെ പോകുന്ന കറണ്ട് എത്രയെന്ന്, ഈ 2 സ്വിച്ചും ഓൺ ആക്കിയാൽ ഈ സർക്യൂട്ടിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഇതിന് ഉത്തരം നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം ബാച്ചിലെ കുട്ടികൾ കമൻറ്റ് ചെയ്യരുത്, പാവം അവർക്ക് ഇതിന് ഉത്തരം ഞാൻ ആപ്പിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ആർക്കെങ്കിലും ഇതിന് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ അവരിതിന് താഴെ കമൻറ്റ് ചെയ്യുക, ഇതിന് ഉത്തരം എന്താണെന്ന്. 2 സ്വിച്ചും ഓൺ ആക്കിയാൽ ഇതിലൂടെ മൊത്തം എത്ര കറണ്ട് പാസ് ചെയ്യും, അതേപോലെ ഈ സർക്യൂട്ടിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ അതിന് റിപ്ലൈ തരാം. എന്തായാലും ഞാനിവിടെ അതിനല്ല വന്ന് ഞാനിതിന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഉത്തരം അതാണ്, ഇതാണ്, വലിയ സംഭവമാണ് എന്ന് പറയാനല്ല. ഇങ്ങനെ ഒരു ചോദ്യം വന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ചോദ്യം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ഇങ്ങോട്ട് നോക്കടാ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള, പ്രീമിയം അല്ല, നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയുള്ള ഏതൊരു കുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ച്. ആ ചിത്രമായിരുന്നു ഇത്. ഒരു സർക്യൂട്ട്, അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങോട്ട് നോക്കടാ, ഒരു ചിത്രം അയച്ചിട്ട് എന്നോട് ചോദിച്ചു, സാറേ ഇതിൽ ഏത് ബൾബാണ് ഏറ്റവും നന്നായിട്ട് കത്തുക? വിച്ച് ബൾബ് ഗ്ലോ വിത്ത് മോർ ഇൻറ്റൻസിറ്റി? എന്നിട്ട് എന്താ, ഇതിൽ 3 സ്വിച്ചും ഓൺ ആക്കിയാൽ എന്താണ് സംഭവിക്കുക? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇതിൽ ഉപയോഗിച്ച ഫ്യൂസ് വയറിന്റെ ആംബിയറേജ് എത്ര? നല്ലൊരു ചോദ്യം. അപ്പം നിങ്ങളേക്കും, അയ്യോ അമ്മേ എനിക്ക് എന്തൊക്കെയാവുന്നു ഈ ചോദ്യം കണ്ടിട്ട്. അങ്ങനെ ഒന്നും പേടിക്കരുത്. ഞാൻ ആകെ ഇത് 2 ക്വസ്റ്റ്യൻസും ഇവിടെ ഉൾപ്പെടുത്താൻ കാരണം, ഇതും മറ്റതും ഉൾപ്പെടുത്താൻ കാരണം, പല ചോദ്യങ്ങളും ഇതിനുള്ളിൽ വരും. സോ നമുക്ക് എങ്ങനെയായാലും നമുക്ക് ഫുൾ A+ വേണം. നമ്മളെന്തായാലും ആ ലക്ഷ്യത്തിൽ ഉറപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടി, മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. സോ മാക്സിമം പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, സാറേ പ്രോബ്ലം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇന്നൊരു വെബ്സൈറ്റിൽ നിന്ന് ഒരു ചോദ്യം കണ്ട്, ഇന്നൊരു ബ്ലോഗ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ഇന്നൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടി, അല്ലെങ്കിൽ ഞങ്ങൾ ടീച്ചർ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അല്ലെങ്കിൽ നിങ്ങളെ ഏട്ടന്മാരുടെ വേറെ ആരൊക്കെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷേ സാറേ ഇതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടിയെന്ന് അറിയില്ലാന്ന്. സോ ഡോണ്ട് വറി ഗൈസ്, നമ്മൾ എജുപോർട്ടിന് ഓൾറെഡി പ്രീമിയം ബാച്ചിലുള്ള എല്ലാ കുട്ടികൾക്കും ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാനുള്ള അവസരമുണ്ട്. അതിൽ ഫിസിക്സിൻ്റെ കേസിലുള്ള ഒരു സംഭവം നമ്മൾ നിങ്ങൾക്ക് മുമ്പ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എന്തുണ്ടായിരിക്കടാ, നമ്മളൊരു കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്താണ്, SLC 10ൻ്റെ കമ്മ്യൂണിറ്റി അല്ലേ, അതല്ല. ഇത് നമ്മുടെ ലെറ്റസ്റ്റ് ടോക്ക് ഫിസിക്സ്, അല്ലെങ്കിൽ ഫിസിക്സിനെ പറ്റി സംസാരിക്കുന്ന, ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് മാത്രം ചെയ്തു നോക്കുന്ന, ഒരു ദിവസം ഒരു പ്രോബ്ലം എന്തായാലും ചെയ്തു നോക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതിലെല്ലാവർക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, നേരെ പോയിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള ആൾക്കാരെ മാത്രം. നിങ്ങളുടെ ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഡൗട്ട്, ഒരു ചോദ്യം ഉണ്ട് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സാർ ഇതെങ്ങനെ ചെയ്യുക, അതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, നേരെ അതിൻ്റെ അഡ്മിൻ ആയിരിക്കും ഞാൻ ഉണ്ടാകുക, എനിക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കുക.
ഞാൻ എന്ത് ചെയ്യും, ഓരോ ദിവസവും ഓരോന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണോ എൻ്റെ സൗകര്യം പോലെ ഫ്രീ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രീമിയം ബാച്ചിന് ആപ്പ് ഉണ്ട്, ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്, നോ പ്രോബ്ലം. അതിന് പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കമ്മ്യൂണിറ്റി വഴി ഷെയർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇത്തവണ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ ഞാൻ പറയാം, മാക്സിമം കുട്ടികളൊക്കെ ഫിസിക്സ് എന്തായാലും ഫുൾ A+ വാങ്ങണം. കഴിഞ്ഞ വർഷം ഫിസിക്സിനുണ്ടായ അപരാധം നമ്മൾ ഇത്തവണ അങ്ങോട്ട് തീർക്കും. സെറ്റ് അല്ലേ? സോ ഗൈസ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, കമന്റ് ബോക്സിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിലുള്ള താല്പര്യ കക്ഷികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഫിസിക്സ് ഇങ്ങനെ പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറയുക. എന്നിട്ട് പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ അയച്ചു തരിക. അങ്ങനെ നമ്മൾ അതിൽ മൊത്തം പ്രോബ്ലം സോൾവിങ് ഓൺലി, അല്ലാതെ ബാക്കി തള്ളൊന്നും അതിലില്ല. അതിന് നേരെ ചോദ്യങ്ങൾ ഇടുന്നു, അതിന് ഡിസ്കഷൻ, ചോദ്യം ഡിസ്കഷൻ. അങ്ങനെ നമുക്ക് ലെറ്റ്സ് ടോക്ക് ഫിസിക്സ്. സോ ഗൈസ്, എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യാം, ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? ബൈ.